Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Once again, good afternoon to all. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 5 മാം തന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തില്ല. ബാക്കി ഈ ഒരു മോഡ്യൂൾ 4-ലെല്ലാം നിങ്ങൾക്ക് ഇന്ന് മുഴുവൻ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നാളെ പകലോടുകൂടി കിട്ടുമായിരിക്കും. എനിവേ ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് റിവിഷൻ ഉദ്ദേശിക്കുന്നത്, കാരണം അല്ലാതെ നമുക്ക് ഫുൾ കവർ ചെയ്ത് പോകാനായിട്ടൊരു ടൈം ഇല്ല. ഓക്കെ, പിന്നെ അതുമല്ല ഈ ഒരു ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾ പല എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഉണ്ടാകും, ഇനി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ എന്റെ എക്സ്പീരിയൻസിന്റെ ഒരു വെളിച്ചത്തിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. സോ യു പീപ്പിൾ ഓൾസോ ക്യാൻ റിലേറ്റ്. നമുക്ക് ചിലപ്പോൾ 2:30 എൻഡ് ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 വരെ നീണ്ടു നിൽക്കും. സോ ഇൻ ബിറ്റ്വീൻ യു പീപ്പിൾ ക്യാൻ ഹാവ് ലഞ്ച്, യുവർ ലഞ്ച് ഇഫ് യു ആർ നോട്ട്. ഓക്കെ, ഞാൻ കഴിച്ചിട്ടില്ല. ഓക്കെ, കഴിച്ചപ്പോൾ എനിക്ക് വന്നിരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ടൈമും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സബ്ജക്ട് നമ്മുടെ 7 യൂണിറ്റ്സ് ആണ്. ആദ്യത്തെ ഒരു 7 യൂണിറ്റ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ കുഴപ്പമില്ല. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്കൊരു നാണായിപ്പോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തന്നെ തോന്നുമായിരുന്നു. ആ രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുള്ളൂ. ആക്ച്വലി ഈ ഒരു 2 ടോപ്പിക്കും ഇറ്റ്സ് നിയർലി ഫോർ ഡിസ്കഷൻ, സെമിനാർ പ്രസന്റേഷൻ, ആ ഒരു രീതിയിലാണ് നമുക്ക് MCQ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് എന്നാലും നമുക്ക് ഇടാതെ പറ്റില്ലല്ലോ. സോ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എനിവേ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരില്ല പരീക്ഷയ്ക്ക്. ഓക്കെ, ഈവൻ ഒരാൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചു തന്നാൽ പോലും, അത് കേട്ടാൽ പോലും നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ആ ഒരു രീതിയിലാണ് എക്സാം വരുന്നത്. ഒരു ഡൗട്ട്, ഞാൻ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ക്ലാസ്സിൽ, പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിലെ സെമിനാർ. ഓക്കെ, ഫൈൻ. അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഏത് നമ്പറിലേക്ക് അയക്കേണ്ടതെന്നത് എനിക്ക് അയച്ചാൽ മതി. വേറെ ഒരു നമ്പർ നോക്കണ്ട, എനിക്ക് അയച്ചാൽ മതി, ഞാൻ വാല്യൂ ചെയ്യും. Okay, വൈവ കഴിഞ്ഞിട്ടില്ലല്ലോ ശില്പയുടെ? വൈവ കഴിയാത്ത ആരും സെൻഡ് ചെയ്യണ്ട. വൈവ കഴിഞ്ഞവർ മാത്രം ഷെയർ ചെയ്താൽ മതി. സെമിനാർ എടുക്കാത്ത, അതുപോലെ തന്നെ വൈവ കഴിഞ്ഞവര് മാത്രം എനിക്ക് ശില്പയുടെ വൈവ കഴിഞ്ഞു അല്ലേ ഇന്നലെ? OS ശില്പ സെൻഡ് ചെയ്തോളൂ. വൈവ കഴിയാത്തവർക്ക് ആ വൈവ ടൈമില് അതിനെപ്പറ്റി നമുക്ക് ചോദിക്കാം. ഓക്കെ, അത് പോരെ. വെറുതെ നമ്മള് അത്, ഞാനിങ്ങനെ എന്റെ ഫോൺ ഇങ്ങനെ പ്രിമ്മിലാ നിൽക്കുന്നത് ഇപ്പൊ തന്നെ. അപ്പൊ ശില്പ സെൻഡ് ചെയ്തോളൂ. അതുപോലെ വൈവ കഴിഞ്ഞു പക്ഷെ സെമിനാറോ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തവർക്ക് എന്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. എന്റെ നമ്പർ എല്ലാവർക്കും ഉണ്ടെന്നാണ് വിശ്വാസം. MT3 വരെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. MT4 MT5 വൈവ കഴിഞ്ഞിട്ടില്ല. സോ അവർക്ക് ചാൻസ് ഉണ്ട്. ടോപ്പിക് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ആരൊക്കെ എന്നോട് ടോപ്പിക് വേണമെന്ന് പറഞ്ഞു. ഒന്നുകൂടി ഒരു റിമൈൻഡിങ് അലീന എന്നോട് ചോദിച്ചു, വേറെ ആരോ ചോദിച്ചു. അപ്പൊ അവർക്ക് ഞാൻ ടോപ്പിക് അയച്ചുതരാം. ഒന്നുകൂടെ ഒരു മെസ്സേജ് ഇട്ടേക്ക് കേട്ടോ. മെസ്സേജ് ഒക്കെ താഴെയായിട്ട് പോയി കഴിയും. ഓക്കെ, ഫൈൻ. ഞാൻ മോഡ്യൂൾ 5 ജസ്റ്റ് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് മോഡ്യൂൾ 5 പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ആ മോഡ്യൂൾ 5 പറയുന്നത്. ആക്ച്വലി അതിന്റെ ടൈറ്റിൽ തന്നെ ധാരാളം നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ചില ടേംസ് ഒന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അതിന്റെ ടൈറ്റിൽ എന്താണത്, ഈവൻ ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു ഫാമിലി സ്കൂൾ, അത് നമ്മൾ ഓൾറെഡി മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിയോൺമെന്റിന്റെ 3 ഫേസസ്, 3 ഏരിയയിലൂടെ കടന്നു പോകുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ഫാമിലി തന്നെയാണ്. ആ ഒരു 3 years കഴിയുമ്പോഴാണ് സ്കൂൾ എന്നുള്ള ഒരു എൻവിയോൺമെന്റിലേക്ക് പോകുന്നത്. ആ സ്കൂള് തന്നെ പല ലെവൽസിലാണ് കുട്ടി, പല ലെവൽസ് ഏജിനനുസരിച്ച് പല ലെവൽസിലേക്ക് കടന്നു പോകുന്നു. പിന്നെയാണ് സൊസൈറ്റി വരുന്നത്. ഈവൻ ദ സൊസൈറ്റിയിൽ കുട്ടി ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴാണ്. ചെറുപ്പത്തില് കെയർ ഗീവേഴ്സിന്റെ ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടി ആയിരിക്കണം കുട്ടി സൊസൈറ്റിയിലേക്ക് പോകുന്നത്. എനിവേ ഞാനൊന്ന് ഷെയർ ചെയ്യും. എന്താ പറയാ, ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കണം. എന്തായാലും ഞാനൊന്ന് ഷെയർ ചെയ്തേക്കാം.
നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു കാര്യം പഠിച്ചു. കുട്ടികൾ ആ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് ചെല്ലുമ്പോൾ അവര് കോപ്പറേറ്റീവ് ആകുന്നു. കോപ്പറേഷൻ എന്നുള്ളൊരു കീ എലമെന്റ് അവരിൽ ഫോം ചെയ്യുന്നു. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഫാമിലി പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഒരു കോപ്പറേഷൻ, അല്ലെ? പാരന്റ്സും ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. രണ്ടും രണ്ടറ്റത്തായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് സിറ്റുവേഷൻ വെരി ടഫ്, അല്ലെ? പലപ്പോഴും മീറ്റിങ്ങുകളിൽ തർക്കങ്ങളും ഒക്കെ വരാം. ഹെൽത്തി ഡിസ്കഷൻസ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ ഫോം ചെയ്ത് വരണമെന്നേ ഉള്ളൂ. പക്ഷെ അതേസമയം ആകെ വഴക്കും ബഹളവും അങ്ങനെ കേസ് വരെ ആയിട്ടുള്ള പല കേസസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച മീൻസ് ഈവൻ വേർഡ്സ് പോലും അത്ര നമുക്ക് മനസ്സിലാകാത്തൊന്നുമല്ല, വായിച്ചാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളാണ്. ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഒരു സഹകരണം എന്നൊക്കെ പറയുന്ന പോലെ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്സ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ PTA ഫോം ചെയ്യുന്നുണ്ട്. ഈവൻ ചില സ്കൂളുകൾ PTA അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, CBSE ഇതനുസരിച്ച് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു തീരുമാനമായിരുന്നു PTA ഫോം ചെയ്യണമെന്ന്. അവർ എന്നിട്ട് PTA ആയിട്ട് ടൂറൊക്കെ പോകാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം PTA മെമ്പർ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളെ വാഗമണ്ണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാരന്റ്സ് ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പൊ സ്കൂള് ഗ്രാൻഡ് പാരന്റ്സ് ഡേ നടത്തും. ഈവൻ PTA പാരന്റ് ആണെങ്കിലും ചില കുട്ടികളുടെ കെയർ ഗിവേഴ്സ് ആയിട്ട് ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും. ഗ്രാൻഡ് പാരന്റ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗ്രാൻഡ് പാരന്റ്സിന് സ്കൂളിൽ വിളിച്ചു വരുത്തി കുട്ടികളെ കൊണ്ട് അവരെ ആദരിക്കുന്ന പോലത്തെ അങ്ങനത്തെ കുറെ അങ്ങനെയൊക്കെ ചില സ്കൂളുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ മ്യൂച്വൽ ട്രസ്റ്റ്, റെസ്പെക്ട് എല്ലാ മീറ്റിങ്ങിനും. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ മോനും KG തുടങ്ങി അവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 15 ഇയേഴ്സോളം വരുന്ന ഒരു ബന്ധം ആ സ്കൂളുമായിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രസ്റ്റ് ആണ്, അവരോടൊരു റെസ്പെക്ട്, ഒരു ട്രസ്റ്റ്. ഈവൻ ദോ അവരെ ആരെങ്കിലും മോശമായിട്ട് ഇപ്പൊ പുറത്ത് ഒരാൾ പറയുന്നതാണെങ്കിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ എപ്പോഴും സിസ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യം, ടീച്ചർമാരിൽ പോരായ്മകൾ ഉണ്ടാകാം, ഫ്ലോസ് ഉണ്ടാകാം, ബട്ട് അതൊരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയരുതെന്ന് എല്ലാ മീറ്റിങ്ങിനും അവർ പറയും. അതൊക്കെയാണ് അതിന്റെ ഒരു ആ ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കുറെ ഒരു കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ട്രസ്റ്റ്, റെസ്പെക്ട്. നമുക്കിവിടെ ജഡ്ജ് ചെയ്യാൻ അവരെ എന്നല്ല, ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരാളെ കുറ്റം പറയുക, ജഡ്ജ് മീൻസ് നമുക്കിപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാളെ പറ്റി അങ്ങനെ നമ്മൾക്ക് പറയാൻ നമ്മൾ ശരിക്കും പറയരുതെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു ജഡ്ജ് സെൽഫ് ജഡ്ജ് ആയിക്കോളൂ, പക്ഷെ സെൽഫ് ജഡ്ജ്മെന്റ് ആയിക്കോളൂ. പക്ഷെ അതേസമയം നമ്മൾ വേറൊരാളെ വിരൽ ചൂണ്ടി പറയാനുള്ള ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഇതൊന്നും നമുക്കാർക്കും ഇല്ല. മീൻസ് അത് പാടില്ല. ശരിക്കും മോണ്ടിസോറി മെത്തേഡിലും അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും കുട്ടികളുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അവരുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. കുട്ടികളുടെ ലേണിംഗ്, അവരുടെ ഇമ്പ്രൂവ്മെന്റ്, അവരുടെ ഡെവലപ്മെന്റിൽ ഫാമിലിയുടെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയായിരിക്കും. അപ്പൊ സ്കൂളിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ കുട്ടികളെ നർച്ചർ ചെയ്യുന്നത് സ്കൂളിനുമുണ്ട്, അല്ലെ? കാരണം ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം കൂടുതലും അവർ സ്കൂളിലായിരിക്കും. പാരന്റ് ടീച്ചർ അല്ലെങ്കിൽ ഫാമിലി സ്കൂൾ ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. പ്രൈമറി റോള് ഫാമിലി തന്നെയാണ് എഡ്യൂക്കേഷനിൽ. ഇപ്പൊ സ്കൂള് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണം. ഇപ്പൊ കുട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിന് മനസ്സിലാവും സം പ്രോബ്ലം ഇസ് ഇൻ ഫാമിലി. അപ്പൊ അങ്ങനെ ഫാമിലിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് സ്കൂളിലുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആ പാരന്റ്സിനെ വിളിച്ച് അത് ഡിസ്കസ് ചെയ്ത് അതിന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്കൂളിന്റെ പല കാര്യങ്ങളിലും ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നോക്കുമ്പോ ശരിക്കും ബിസിനസ് തന്നെ നമുക്കൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ബിസിനസ്സിൽ നല്ലൊരു ഔട്ട്കം കിട്ടണം. അതുപോലെ തന്നെയാണ് സ്കൂളിന്റെ കാര്യം. നല്ലൊരു ഔട്ട്പുട്ട് റിസൾട്ട് വരുന്നത് തന്നെയാണ് സ്കൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസ് ആയിട്ട് നോക്കുവാണെങ്കിൽ തന്നെയും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടുത്തെ നല്ലൊരു റിസൾട്ട് ആണ്. കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, അവരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സ്കൂളിന്റെ ഉദ്ദേശം.
അതില് സ്കൂളിനോട് തോളോട് തോൾ ചേർന്ന് തന്നെ പാരന്റ്സ് മീൻസ് ഫാമിലി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഒരു ഡെവലപ്പ് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് അത്ര ഈസി അല്ല അല്ലെ. ഡൈവേഴ്സ് നേച്ചറിലുള്ള ആളുകളായിരിക്കും വരുന്നത്. അപ്പൊ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളും അല്ല ഈ കാര്യം ചെയ്യാന്നുള്ളത്. പല പല ഇഷ്യൂസ് ഉണ്ടാകാം, പല ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ട് അത് അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല. പലപ്പോഴും അതിന് ടൈം എടുക്കും. ചിലപ്പോൾ പല പ്രഷറൈസേഷൻസ് ഉണ്ടാവും. പിന്നെ ചില ഫാമിലി, പിന്നെ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ തന്നെ എല്ലാ ഫാമിലിയും അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈവൻ ഫാമിലി ഇഷ്യൂസ് തന്നെ ഇതിനെ ബാധിക്കും. ഒരു ബ്രോക്കൺ ഫാമിലീസ്, അച്ഛൻ അമ്മ രണ്ട് സ്ഥലത്ത്, കുട്ടി പകുതി സമയം ഒരാളുടെ അടുത്ത് പകുതി ദിവസം വേറൊരാളുടെ അടുത്ത്, ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഇതെല്ലാം ഇതിനെ ഈ ഒരു ഇതിനെ ബാധിക്കും. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്. മീൻസ് ബ്രോക്കൺ ആണെങ്കിൽ പോലും കുട്ടിയുടെ കാര്യം വരുമ്പോൾ അവർ ഒന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഋതിക് റോഷൻ, സൂസൻ അവരങ്ങനെയാണ്. പിന്നെ കുറച്ച് പോയിന്റ്സ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും എഫക്റ്റീവ് ആയിട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും. 10th ഒക്കെ ആകുമ്പോഴേക്കും റെമഡിയൽ ക്ലാസ്, എക്സ്ട്രാ ക്ലാസ്, ഈവനിങ് ക്ലാസ് ഒക്കെ വരും. ചില പാരന്റ്സും വന്ന് കൂടിയിരിക്കും. കുട്ടികൾക്ക് വേണ്ടുന്ന റിഫ്രഷിങ് ടീ സ്നാക്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ആ ഒരു കോപ്പറേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ടീച്ചേഴ്സിന്റെ മാത്രം ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ളതല്ല, അതിന്റെ റെസ്പോൺസിബിലിറ്റി പാരന്റ്സും കൂടി എടുക്കണം. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടി പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ വരുമ്പോൾ പാരന്റ്സിന്റെ ഒരു ചുമതലയാണ്. സ്കൂളിലെ പല കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അബോറിജിനൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയർ ഡേയ്സ്, പഴയ കാലത്തെ പണ്ടത്തെ ആ ഒരു ലൈക്ക് ഇപ്പോ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പാരന്റ്സ് ഉണ്ടായിരിക്കാം. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി പറയാനും കാര്യങ്ങൾ പറയാനും അഭിപ്രായം പറയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇപ്പൊ പാരന്റ്സിന് അവയർനെസ് സെഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സ്കൂളുകളിൽ അല്ലെ. പാരന്റ്സിന് ഒരു സെഷൻ, ടീച്ചേഴ്സിനും കൊടുക്കാറുണ്ട് അവയർനെസ്. എല്ലാരെയും ബൂസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. അപ്പൊ അത് അങ്ങനെ പാരന്റ്സിന് ഒരു സെഷൻ കൊടുക്കുമ്പോൾ പിന്നെ അത് ആ ഒരു സെഷൻ അവരെ അത്രത്തോളം മാറ്റുവാണ്, അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് വരുവാണെങ്കിൽ സ്കൂളിനോടുള്ള കമ്മിറ്റ്മെന്റ് അവർക്ക് കൂടും. അങ്ങനത്തെ അവസരം അവർക്ക് ചെയ്തു കൊടുത്തേന്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പബ്ലിക് സപ്പോർട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് ആ പബ്ലിക്കിന്റെ ഒരു കോൺഫിഡൻസ്, അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇറ്റ്സ് വെരി ബെസ്റ്റ് എന്നുള്ള രീതിയിലൊരു മൗത്ത് പബ്ലിസിറ്റി വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നിങ്ങളിപ്പോ അതിൻ്റെതായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. സോ എനിവേ, ഫ്രം ദ ഹാർട്ട് ഐ ആം സേയിങ് ദാറ്റ് യുവർ ഫീഡ്ബാക്ക് ഈസ് ഓൾവേസ് ഫോസ്റ്റർ ദ എഡ്യൂക്കേഷൻ സെഷൻ. അതായത് നിങ്ങൾ പറയുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നവരെ ചെയ്യുന്നത്. അപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാനായിട്ട് പോകുമ്പോൾ അവിടെ പഠിച്ചിറങ്ങി ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അവരുടെ ഗൂഗിളിൽ അവരുടെ പ്രൊഫൈലും നേരിട്ട് പോയിട്ട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും ഇവിടെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കും അല്ലെ. അവരിൽ നിന്ന്, അവരുടെ മൗത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതായിരിക്കും നമ്മൾക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ പാരന്റ്സും ടീച്ചേഴ്സും ആ ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പിലൂടെ പോവുകയാണെങ്കിൽ സ്റ്റുഡൻസിന് നല്ല, അവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ലെവലിലായിരിക്കും. അതേസമയം പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ അലിഗേഷൻസ് ഉണ്ടായി എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാല് ഫീഡ്ബാക്ക്, ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി. അപ്പം ഈ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു ടീച്ചർക്ക് പിന്നെ ചിലപ്പോ അത്രയും അങ്ങോട്ട് വൈഡ് ആയിട്ട് ചിന്തിക്കുന്ന ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ചിലപ്പോ ആ കുട്ടിയോട് ഒരു അനിഷ്ടം, ആ കുട്ടിയെ ഒന്ന് മാറ്റി നിർത്തി അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ടാവാം. ദാറ്റ് വിൽ അഫക്ട് ദ മെന്റൽ സ്റ്റാറ്റസ് ഓഫ് ദ കിഡ് അല്ലെ. കുട്ടിക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യാം. ഡോൺ കെയർ ആയിട്ട് ഉള്ള ആ ഒരു ഏജ് അല്ലെങ്കിൽ അത്ര ഒരു മെച്യൂരിറ്റി അതിനില്ലെങ്കിൽ അത് അതിന് പല രീതിയിലും തളർത്താം. അപ്പൊ സ്റ്റുഡന്റ് ബെനിഫിറ്റ് ഉണ്ടാവും ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. ഓക്കെ, പാരന്റ്സിന്റെ ബെനിഫിറ്റ്സ് കാരണം അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ വരുവാണല്ലോ. പിന്നെ പാരന്റ്സിന് അവിടെ ഒരു റോൾ ഉണ്ട്. മീൻസ് അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നത് ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു.
സ്കൂളിന്റെ രീതികൾ അവർക്ക് മനസ്സിലാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ടീച്ചറിന് ബെനിഫിറ്റ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ടീച്ചർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ അവർക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരില്ല, അവർക്ക് അത് കുറച്ചുകൂടി ഈസി ആകുന്നു അവരുടെ വേ ഓഫ് അപ്രോച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോ അങ്ങനത്തെ സ്കൂളുകളൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ തന്നെ നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടും, ട്രാൻസ്ഫറിനൊന്നും അവർ ആഗ്രഹിക്കില്ല അങ്ങനെയുള്ള ടീച്ചേഴ്സ്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുവാണെങ്കിൽ ആ സ്കൂളിനാണല്ലോ അതിന്റെ ഓവറോൾ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ദെൻ ആ സ്കൂൾ എവിടെയാണോ അവിടുത്തെ കമ്മ്യൂണിറ്റിക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് വരും. ആ സ്കൂളിന്റെ പേരിൽ ഒരു നാട് അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കാര്യം തന്നെയല്ലേ. സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഇഷ്യൂ ഉണ്ടായി, വളരെ മോശപ്പെട്ട കാര്യം, നമ്മൾ നമ്മുടെ നാടിന്റെ പേര് പറയുമ്പോൾ ആ സ്കൂൾ അവിടെയല്ലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ ആ പോസിറ്റീവായിട്ട് അവിടെയാണല്ലോ ആ സ്കൂൾ ചോദിക്കുന്നതല്ലേ കുറച്ചുകൂടെ നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ സെന്റ് ജോസഫിൽ പഠിക്കുന്ന സമയത്തല്ല, പഠിച്ചു കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ ഇത് എവിടെയാ പഠിച്ചതെന്നൊരു ചോദ്യം വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ക്ലാസ്സിൽ. മാത്രമല്ല, ഞാൻ കോളേജിൽ ഞങ്ങൾ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ സെന്റ് ജോസഫിൽ. അപ്പൊ എവിടെയാ പഠിച്ചതെങ്കിൽ ഇത് പറയുമ്പോഴേക്കും സീനിയേഴ്സ് ഒരു നോട്ടോ, നമ്മുടെ ബാച്ച്മേറ്റ്സും തുടക്കത്തിൽ എന്നൊരു ഇതായിരുന്നു. പിന്നെ എപ്പോഴും അവിടുത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഇങ്ങനെ പറഞ്ഞവരിങ്ങനെ തന്നെ ഓരോന്ന് പറയും. ഇഷ്യൂസ് എവിടെ നടക്കുന്നുണ്ടാവും, പക്ഷെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ഒരു സ്കൂളിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആയിരിക്കാം. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് പോകുന്നില്ല, നിങ്ങൾ വായിക്കാം. പിന്നെ ചില ഫാക്ടേഴ്സ്, ഇത് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ്, എഡ്യൂക്കേഷൻ, അതിനെ ഗൈഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത്, ടീച്ചറെ മാത്രം ഫോക്കസ് ചെയ്ത് ആവരുത് എന്നുള്ളത് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പഠിച്ചു. ട്രഡീഷണൽ മെത്തേഡ്സ് എല്ലാം ടീച്ചർ സെന്റേർഡ് അല്ലെ, ആ ഒരു രീതിയിൽ ടീച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതേസമയം ഈ ഒരു ഫാമിലി എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വരുമ്പോഴേക്കും ഇവിടെ ചൈൽഡ് സെന്റേർഡ്, നമ്മൾ APJ പറയുന്നത് യുവ തലമുറകളിലാണ് ഒരു രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികള്, അതുപോലെ തന്നെ യങ് പീപ്പിൾ, അതാണ് ഒരു സ്കൂളിന്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അവരുടെ വെൽബീയിങ്, അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു എബിലിറ്റിയെ ഫോക്കസ് ചെയ്ത് വേണം പോകാൻ. അങ്ങനെ എന്നാലാണ് സ്കൂളിന്റെ ഒരു ഡെവലപ്മെന്റ്, ആ കുട്ടികളും ഡെവലപ്ഡ് ആകുള്ളൂ. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തില് പാരന്റ്സിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിനും അവർക്കും റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരെയും ഫോക്കസ് ചെയ്യണം, ഫാമിലി ഫോക്കസ്ഡ് ആയിരിക്കണം. അവര് കുട്ടികളുടെ ഒരു ഗൈഡ്, ആ ഒരു രീതിയിൽ പോകുന്ന ആളുകൾ തന്നെയായിരിക്കും. പിന്നെ പലപ്പോഴും വീട്ടില് കുട്ടി ഇരുന്ന് പഠിക്കുമ്പോൾ അവരുടെ ലേണിംഗ് സ്റ്റൈൽ, അവരുടെ നീഡ്സ് കുറെ കൂടെ പാരന്റ്സിനും മനസ്സിലാവും. ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ടീച്ചറുടെയും ഒരു ഒബ്സർവേഷൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ്, സ്റ്റുഡൻസ്, ഫാമിലീസ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അങ്ങനെ പല ഏജൻസീസും ഇവരുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പില് കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും. കുറെ ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരാം, പഠിപ്പിക്കുന്നവര്, കുട്ടികള്, ഫാമിലി. ഞാൻ എന്റെ മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ മാത്സ് എടുക്കുന്ന ടീച്ചർ പുതിയതായിരുന്നു. അപ്പൊ ഈ ടീച്ചർ എടുക്കുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ഒറ്റ ഡിവിഷനേ ഉള്ളൂ 10th 21 സ്റ്റുഡൻസ് എന്തോ ഉണ്ട്. അപ്പം പ്രിൻസിപ്പളൊക്കെ ആയിട്ട് നല്ല റിലേഷൻ ഉണ്ട്, ക്ലാസ് ടീച്ചറുമായിട്ട് വലിയ കുഴപ്പമില്ലാത്തത്. അപ്പൊ ഞാൻ ഈ കുട്ടികൾ എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ കുറെ പിള്ളേര് വരും. അപ്പൊ ഞാൻ ഇവർക്ക് മാത്സ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവര് എന്നോട് പറഞ്ഞു, പിള്ളേർ എന്നോട് ആന്റി വന്ന് സ്കൂളിൽ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഓൾറെഡി അവർക്ക് മാത്സ് ടീച്ചർ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് മോശം. അപ്പൊ ഞാനിങ്ങനെ, പക്ഷെ ഓരോ ദിവസം കഴിയുന്നവരും ടീച്ചറുടെ ക്ലാസ് ഭയങ്കര വേസ്റ്റ് ആവുകയാണ്. ലാസ്റ്റ് മൊമെന്റും ആണല്ലോ, ബോർഡ് എക്സാം എടുക്കാറായി. അങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ നേരിട്ട് ആദ്യം ക്ലാസ് ടീച്ചറെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ വന്ന് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ആ ഒരു ടീച്ചർക്ക് ഒരു വിഷമം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ഞാൻ ആ ടീച്ചറോട് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ അതിനെന്താ, എനിക്ക് കുഴപ്പമില്ല, അവർക്ക് വന്ന് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വർക്ക് ചെയ്യിക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്ന് ടീച്ചർ വളരെ ഇതായിട്ട് പറഞ്ഞു.
അങ്ങനെ പിന്നെ പ്രിൻസിപ്പളോട് പറഞ്ഞു. അങ്ങനെ ഏകദേശം അവരുടെ എക്സാമിന് ഒരു 1 വീക്ക് മുമ്പ് വരെ അവർക്ക് മാത്സ് പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ അങ്ങനെ അപ്പൊ അതെന്ന് വെച്ചാൽ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ആ ഒരു സ്കൂളിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ, ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതായതുകൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയാനും കുട്ടികൾക്ക് ടീച്ചർമാരോട് പറയാനും എനിക്ക് ആ ടീച്ചേഴ്സിനോട് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ നിങ്ങൾ എന്തിനാ പുറത്തുള്ള ഒരാളല്ലേ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അല്ലെ. പക്ഷെ ചെന്ന് അവർക്ക് എനിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, നമ്മളെ ഇക്വിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. എല്ലാവർക്കും ആ ഒരു അങ്ങനെ ഒരു വിഷൻ കൊടുക്കുന്നത് ഇക്വിറ്റി. ഒരു പല കൾച്ചറൽ ഡിഫറൻസിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഡിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എൻവയോൺമെന്റിൽ നിന്ന് വരുന്നവരാണെങ്കിലും അവർക്കുള്ള റെസ്പെക്ട്, ക്വാളിറ്റി, എക്സലൻസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഗോൾസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എഡ്യൂക്കേഷന്റെ ഗോൾസ് എന്നുള്ളത് നമുക്കറിയാം. കുട്ടികളുടെ എഡ്യൂക്കേഷൻ നല്ല പ്രോപ്പർ ആയിട്ട് അവരുടെ ലേണിംഗ് നടക്കണം, അതായത് സക്സസിലേക്ക് പോകണം, അതൊക്കെ തന്നെയാണ്. പിന്നെ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ആനുവൽ ഡേ ആണെങ്കിൽ അവിടെ സ്റ്റാഫിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, പാരന്റ്സിന് ഉണ്ടാകും, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഉണ്ടാകും, സ്റ്റുഡൻസിന് ഉണ്ടാകും. അങ്ങനെ ആ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, ഒരാൾ മാത്രം ഏറ്റെടുക്കാതെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്ത് പോകാം. പിന്നെ ഈ അബോറിജിനൽ പീപ്പിൾ, എയർലി പീപ്പിൾ, ലൈക്ക് ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കുറച്ച് പഴയ ആൾക്കാർ എന്നുള്ള രീതിയിൽ അവരെ ആക്റ്റീവായിട്ട് അതിനകത്ത് പങ്കെടുപ്പിക്കുക. അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റെയറായിട്ട്, ഫോർ എക്സാമ്പിൾ ട്രൈബൽ ഏരിയ എന്നുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിനെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യിക്കുക. അങ്ങനെയുള്ളത് ഒരു മൈനോറിറ്റി ഗ്രൂപ്പിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പോലും അവർക്ക് പ്രാധാന്യം കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ടൂൾ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് പബ്ലിക്കിൽ വരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ടീച്ചേഴ്സ്, ഫാമിലി, സ്കൂൾ ആക്ഷൻസ്, കുറെ കാര്യങ്ങളും സപ്പോർട്ട് നെറ്റ്വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഈവൻ ഓൾഡ് സ്റ്റുഡൻസ് അതൊരു സപ്പോർട്ടിങ് നെറ്റ്വർക്കാണ്. പിന്നെ അപ്ഡേഷൻ എപ്പോഴും അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഒരു അക്കാദമിക് ഇയർ എൻഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ആ ഒരു രീതിയിലുള്ള മീറ്റിംഗ് പാരന്റ്സുമായിട്ടൊക്കെ നടത്താറുണ്ട് സ്കൂള്. അപ്പൊ ആ രീതിയിൽ PTA പലയിടത്തും PTA വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം PTA ഉള്ള സ്കൂളുകളിൽ ഓൾമോസ്റ്റ് ആ ഒരു യൂണിറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിലെ കീ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 7 ഡയമെൻഷൻസ് ആണ് പറയുന്നത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് കുട്ടി പഠിക്കുന്നുണ്ടോ, പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ഹോം ആൻഡ് സ്കൂള്. ചില ടീച്ചേഴ്സ് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ടീച്ചേഴ്സ് വിളിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കുട്ടി ആബ്സെന്റ് ആയാൽ വിളിക്കാറുണ്ട്. പിന്നെ ഫാമിലിയുടെ റോള്, പിന്നെ ഒരു ഐഡന്റിറ്റി, ഒരു കുട്ടിയാണെങ്കിലും ഐഡന്റിറ്റി, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റിയും അതിന്റെ ഐഡന്റിറ്റിയും ബിൽഡ് ചെയ്യാം. പിന്നെ ഫാമിലിയുടെ റോള്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഒരു കീ ഡയമെൻഷൻ തന്നെയാണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നു എന്ന് പറയാനുള്ള ബിയോണ്ട് ദ സ്കൂൾ, ഔട്ട്സൈഡ് ദ സ്കൂൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാമായിട്ട് കണക്ട് ചെയ്യാം. പുറത്ത് കൊണ്ടുപോയി കുട്ടികളെ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, അത് സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ലെവലിലുള്ളതാണെങ്കിലും അതൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പാരന്റ്സ് സൈഡിൽ നിന്ന് ഒരാൾ വരണമെന്ന് പറയുകയാണെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക. പിന്നെ എന്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡയമെൻഷൻസ് എന്തൊക്കെയാണ് 7 ഡയമെൻഷൻസ് പറഞ്ഞിരിക്കുന്നത്. അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓരോന്നും. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം അൺസോൾവ്ഡ് ആയിട്ട് തന്നെ കിടക്കും. ടീച്ചേഴ്സ് പറഞ്ഞു വിടില്ലേ, ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കണം, കുട്ടി അത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ഹോംവർക്കുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ വാട്സാപ്പിലെ പാരന്റ്സിന് മെസ്സേജ് വരും, ഇന്ന് ഹോംവർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആളത് കംപ്ലീറ്റ് ചെയ്തോ നോക്കണം. അങ്ങനെ ആ രീതിയിലുള്ള ചെറിയ ബേസ് ലെവലിൽ നിന്ന് തുടങ്ങിയുള്ള പല കമ്മ്യൂണിക്കേഷൻസും കണക്ഷൻസും അതൊക്കെ വായിക്കുക. നമുക്ക് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്
പിന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡയമെൻഷൻസ് ഒക്കെ തന്നെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന എന്തെല്ലാം സ്ട്രാറ്റജി സ്റ്റെപ്സ് എടുക്കണം അത് വെച്ചിട്ടാണ് ആ ഒരു ടേബിൾ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് പ്രിൻസിപ്പിളും ടേബിളും. അതിന് മുമ്പിലത്തെ ലെസൺസിൽ നിങ്ങൾക്ക് ആ പ്രിൻസിപ്പിൾസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ടല്ലോ. പ്രിൻസിപ്പിൾസ് ഏതൊക്കെയെന്ന് ഓർമ്മയുണ്ട്? യൂണിറ്റ് 1 പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർപിൻ എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 11 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഓൾ ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദെയർ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾസ് ആണ് അതിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ കീ ഡയമെൻഷൻ നമ്മളിപ്പോ ഒരു 7 ബേസിക് കീ ഡയമെൻഷൻസ് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസ് 4, 5, 6, 7, 8, 10. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. 4th one, എഫക്റ്റീവ് സ്കൂൾസ് പ്രൊവൈഡ് നർച്ചറിങ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് ആൻഡ് എൻവയോൺമെന്റ്. പിന്നെ 5 പറഞ്ഞിട്ടുണ്ട്. 6, 7, 8, 10. 5 ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വാല്യൂ ക്വാളിറ്റി ടീച്ചിങ് ആൻഡ് റെസ്പെക്ട് ടീച്ചേഴ്സ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിങ്. പിന്നെ അങ്ങനെ 6, 7, 8, 9 പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് അതായത് യൂണിറ്റ് 1 എന്ന മോഡ്യൂൾ 5 ഫസ്റ്റ് യൂണിറ്റിലെ 11 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു ടേബിളിൽ വരുന്നത്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ഓരോ ഡയമെൻഷൻസും കമ്മ്യൂണിക്കേഷൻ, പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ലൈഫ് ചില കാര്യങ്ങൾ അറിയണം, സർവേ കണ്ടക്ട് ചെയ്യാം. നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാരന്റ്സിന്റെ നിന്നും ഡേറ്റ കളക്ട് ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാരന്റ്സിനെ അറിയിക്കുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതിന്റെ പ്രിൻസിപ്പിൾ അതെല്ലാമാണ്. കീ ഡയമെൻഷൻ അതാണ്. അതിനുവേണ്ടി എടുക്കേണ്ട സ്റ്റെപ്സ് ആ ഒരു രീതിയിലാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് റീഡ് ഇറ്റ്, എഴുതുക, വായിക്കാൻ മാത്രമേ ഉള്ളൂ അതില്. അപ്പൊ അങ്ങനെ അതാണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ പ്രിൻസിപ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് ഈ യൂണിറ്റിലെ കീ ഡയമെൻഷൻസുമായിട്ട് നോക്കിയിട്ട് അത് നടക്കണമെങ്കിൽ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തെല്ലാം സ്ട്രാറ്റജി വേണം എന്നുള്ളതാണ് ഈ ടേബിൾ മുഴുവനും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. കുറെ പോയിന്റ്സ് ഒക്കെയാണ് വായിക്കാനുള്ളത്. തേർഡ് യൂണിറ്റ് വന്നിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഫാമിലി എൻഗേജ്മെന്റ്. ഇതാരാണ്? മിസ് ആണോ? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ലാസ്റ്റ് സെഷനിൽ ഒരു എലമെന്റൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പേജ് നിങ്ങൾക്ക് കാണാം. അത് ഈ പീപ്പിൾ ക്യാൻ ഡിസൈഡ്. നമ്മൾ പാരന്റ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. കാരണം പാരന്റ്സിന്റെ സെൽഫ് ഗ്രോത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒരു സ്കൂൾ ഇതില് എഫക്റ്റീവ് പാരന്റൽ ഇൻവോൾവ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മൾട്ടി ഫേസറ്റഡ് അപ്രോച്ചസ് ആണ്. പല സൈഡ്സിൽ നിന്നുമാണ് അതിന്റെ അപ്രോച്ചസ് എടുക്കേണ്ടത്. ഓക്കെ, പലപ്പോഴും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം സ്കൂളിന്റെ പല കാര്യങ്ങളിലും. അല്ലാതെ പാരന്റ് വേറെ, സ്കൂളിലെ സ്റ്റാഫ് വേറെ, കുട്ടികൾ വേറെ, ആ ഒരു രീതിയിൽ എല്ലാം കൂടെ ഒരുമിച്ച് കോപ്പറേഷൻ എന്ന് പറയില്ലേ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. സ്കൂൾ ഇവന്റ്സിൽ അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. പിന്നെ കുട്ടികളെ വീട്ടിൽ പഠിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടിങ് ലേണിംഗ് അറ്റ് ഹോം. അതുപോലെ തന്നെ കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കണം. അത് അവരുടെ നീഡ്സ് നല്ല നെസസറി നീഡ്സ് ആണെങ്കിൽ അത് അവര് അഡ്രസ് ചെയ്യുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്കിലെ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് പാരന്റ്സും. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ പാരന്റ്സിന് കുട്ടികളുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആരായാലും സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്കൂളിനെ നമുക്ക് ഇന്റിമേറ്റ് ചെയ്യാം. എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്കൂൾ അതിനനുസരിച്ച് അത് എടുക്കും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ മെയിൻ ഇവന്റ്സ്, പിന്നെ സപ്പോർട്ടിങ് ലേണിംഗ് അറ്റ് ഹോം, ബിൽഡിംഗ് റിലേഷൻഷിപ്സ്, നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ടീച്ചേഴ്സുമായിട്ടും സ്കൂളിലെ മറ്റ് സ്റ്റാഫുകളായിട്ടും ബിൽഡ് ചെയ്യാം. അപ്പൊ തമ്മിലൊരു പാർട്ട്ണർഷിപ്പാണ്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് പോയാലാണ് നല്ലതായിട്ട് സക്സസ് ആയിട്ട് പോകുള്ളൂ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സ്കൂളിന്റെ രീതികൾ മനസ്സിലാക്കുക. ആക്റ്റീവ് ലേണിങ്ങിനെ എപ്പോഴും എൻകറേജ് ചെയ്യാം. പോസിറ്റീവ് മൈൻഡ് സെറ്റുമായിട്ട് വേണം ആ ഒരു രീതിയിൽ. അപ്പൊ ഇതെല്ലാം ഈ ഒരു
ബെസ്റ്റ് ഈ ഒരു പാരന്റ് സ്കൂൾ റിലേഷൻഷിപ്പിലെ ബെസ്റ്റ് പ്രാക്ടീസിൽ വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതാണ് അവിടെ ഒരു സ്റ്റാർ ആയിട്ട് പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ത്രൂ എക്സ്പീരിയൻസ് ഓൺലി വി കൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് വായിച്ചത് കൊണ്ട് ഓക്കെ നമുക്ക് സംഭവം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ വൺസ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് മനസ്സിലാക്കാൻ രണ്ട് റോള് ചെയ്യുന്ന വ്യക്തികളാണ് പിന്നെ നമ്മൾ പാരന്റും ആണ് ടീച്ചറും ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒരു എംപത്തറ്റിക്കൽ വേയില് പാരന്റ്സിന്റെ സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. യൂണിറ്റ് 4 അത്രയേ ഉള്ളൂ ആ ഒരു എലമെന്റ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ parents are important and at the same time parents മനസ്സിലാക്കണം, teachers and other staffs and സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ എങ്ങനെ ആ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് മാറണം. അതിന്റെ ഔട്ട്കം സക്സസ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ സക്സസ് ആണെന്നുള്ള ആ ഒരു അവയർനെസ്സും പാരന്റ്സിൽ ഉണ്ടായിരിക്കണം. അവർക്ക് ആ ഒരു തോട്ട് വരണം. അല്ലാണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ ബ്ലെയിം ചെയ്യുക അങ്ങനെ ആ ഒരു രീതിയിലല്ല. എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മനസ്സിലാക്കി സ്കൂളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ മോഡ്യൂൾ 4ലേക്ക് പോവുകയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എല്ലാ പോയിന്റ്സും എല്ലാം പറയുന്നത് സമയം ചിലപ്പോൾ കാണില്ല. മോഡ്യൂൾ 1 എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കുറച്ചുകൂടെ അല്ലെ. എന്താണ് മാനേജ്മെന്റ് എന്നുള്ളതും മാനേജ്മെന്റ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അതിനകത്ത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അവിടെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് വരുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കിയാണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു, പേജ് ഷെയർ ചെയ്യേണ്ട ആവശ്യം. പിന്നെ അതിന്റെ പല ഫേസസ് നമ്മൾ കണ്ടു. മാനേജ്മെന്റ് ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു സയൻസ്, ഓർഗനൈസേഷൻ, പേഴ്സൺ, ഡിസിപ്ലിൻ, അങ്ങനെ ഒരു രീതിയിലെല്ലാം നമ്മൾ കണ്ടു. പിന്നെ ബേസിക് ഫങ്ഷൻസ്, അപ്പൊ നമ്മൾക്ക് ഇവിടെ 5 ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാലും ഇതിനകത്ത് റിക്രൂട്ടിങ് അങ്ങനെ ഒരു രീതിയും കൂടെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് വരും. അതായത് സ്റ്റാഫിനെ എടുക്കുന്നതും വരാം. പിന്നെ ബേസിക് റോൾസ്, ഓരോ റോൾസ് ഇന്റർപേഴ്സണൽ ആണെങ്കിൽ എങ്ങനെയാണ്, ഇൻഫർമേഷനിലാണെങ്കിൽ എങ്ങനെ, ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ മാം ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിലിപ്പോ 5 പകരം 6 ആവില്ലേ? 6 ആണ് 5 ബേസിക് ഫങ്ഷൻ. കാരണം ഇതിനകത്ത് റിക്രൂട്ടിംഗ് ഒരു ഇമ്പോർട്ടന്റ് തന്നെയല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പക്ഷെ വേറെ എവിടെയോ വായിച്ചപ്പോഴും റിക്രൂട്ടിംഗ് അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റാഫിംഗ് അല്ലെങ്കിൽ റിക്രൂട്ടിംഗ്, ആളുകളെ എടുക്കുന്നതും ഇതിന്റെ മാനേജ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഒക്കെ തോന്നുന്നത്. ഞാനത് എത്ര ബേസിക് ഫങ്ഷൻ ഉണ്ട് ആ രീതിയിൽ, അത് കാരണം എന്തായാലും അതൊരു കൺഫ്യൂസിങ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ആ രീതിയിലൊന്നും ഇട്ടിട്ടില്ല, നമ്പർ പറയുന്ന രീതിയിലൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഓരോ ഫംഗ്ഷനും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കുക. ഫോർ എക്സാമ്പിൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചെക്കിംഗ് പ്രോഗ്രസ് അഗെയിൻസ്റ്റ് പ്ലാൻസ്, ലൈക് കമാൻഡിങ്, എന്താ ഓരോ ഫംഗ്ഷനും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിന്റെ ഒരു റോൾസ്, ഇന്റർപേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങളുടെ പല കോർഡിനേഷനും ഇന്ററാക്ഷനും നടക്കണം. പിന്നെ ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണ്ടതായിട്ട് വരും. ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് വരും. പിന്നെ സ്കിൽസ്, ആ ഒരു മാനേജ്മെന്റിന് വേണ്ടുന്ന സ്കിൽസ്, അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്കം എന്താണ് ശരിക്കും വരേണ്ടത്, നല്ലൊരു സക്സസ് റേറ്റ് കൂടിയ രീതിയിൽ ആ ഒരു സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന റിസൾട്ട് അല്ലെ. ഓക്കെ, പിന്നെ ഹെൻറി ഫെൽസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതില് എസ്പ്രിറ്റ് ഡേ കോപ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് അതൊരു ഫ്രഞ്ച് വേർഡാണ്. ഗ്രൂപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ സോളിഡാരിറ്റി ആ ഒരു മീനിങ് വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് വരുമ്പോൾ അതിൽ എന്തൊക്കെ വരും, അങ്ങനത്തെ കാര്യങ്ങൾ, എക്സിക്യൂഷൻ, എഡ്യൂക്കേഷൻ. പിന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോന്നും എന്തിനുള്ളതാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നു. ഓക്കെ, അതോടുകൂടി ആ യൂണിറ്റ് അവിടെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യമായിരുന്നു. പിന്നെ അക്കാദമിക് ഏരിയയിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ
അപ്രോച്ച് മീൻസ് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റ്, അവിടെ ഇപ്പൊ ടീച്ചറുടെ റോള്, സ്റ്റുഡൻസിന്റെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പിന്നെ പല രീതിയിലുള്ള അപ്രോച്ചിനെ പറ്റി, ക്ലാസ് റൂം മാനേജ്മെന്റ് അപ്രോച്ചിനെ പറ്റിയുണ്ട്. ഹെർബേർഷ്യൻ അപ്രോച്ച് നമ്മൾ പറഞ്ഞു, അതൊരു ഓൾഡ് ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. 5 steps ഉണ്ട്. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, അങ്ങനെ രീതിയിലെ 5 steps വരുന്നു. അങ്ങനെ കാര്യങ്ങളായിരുന്നു ഹെർബേർഷ്യൻ അപ്രോച്ചിൽ വന്നത്. പിന്നെ ഇവാലുവേഷൻ അപ്രോച്ച് ഉണ്ട്. ഇതൊക്കെ ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ പറയുന്നത്. ഇവാലുവേഷൻ അപ്രോച്ച് ഉണ്ട്. പിന്നെ മാനേജിങ് ടീച്ചിങ് ലേണിംഗ്. മാനേജിങ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ടീച്ചർക്കാണ് അവിടെ മാനേജറുടെ ഒരു റോള് വരുന്നത്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം. ഓക്കെ, ആ ഒരു രീതിയിൽ അതിന്റെ 4 steps ഉണ്ട് മാനേജിങ് ടീച്ചിങ്ങില്. പ്ലാനിങ്, ഓർഗനൈസിങ്, അത് എത്ര സ്റ്റെപ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഓർഗനൈസിങ് ടീച്ചിങ്, അത് മെമ്മറി ലെവൽ, ഒരു തോട്ട്ഫുൾ മെമ്മറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് ഓർഗനൈസിങ് ടീച്ചിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിലെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, നമ്മളിപ്പോ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രീ ആക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, ഇന്ററാക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇന്ററാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് അതിൽ വരിക, പിന്നെ പ്രീ ആക്റ്റീവ് സ്റ്റേജിനകത്ത് എന്തെല്ലാം വരും, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ വന്നത്. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിന് 4 ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ ഡയമെൻഷനും എന്താണ്, ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരും, പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഓരോ ഡയമെൻഷനും എന്ത് വരുന്നു, ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബിൽഡിംഗ്, ക്ലാസ് റൂം, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ ഫൈൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അത് വെർബലി ആകാം, ആക്ഷൻസിലൂടെ ആകാം, വെർബലി നോൺ വെർബലി ഒക്കെ ആകാം, അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറുടെ പല കാര്യങ്ങളും ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കുട്ടികളെ, അല്ലെ? അപ്പൊ അത് കുട്ടികളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പിന്നെ നമ്മള് ടീച്ചർ ലേണർ റിലേഷൻസ്, അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതിയാവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനൊന്നും പറയുന്നില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പലതും പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റില് ലേണിങ്ങിലൂടെ കടന്നു പോകുന്നത് മെയിൻ ആയിട്ടും സ്റ്റുഡൻസ് ആണ്, അല്ലെ? പിന്നെ ടീച്ചറുടെ റോള്, പലപ്പോഴും ടീച്ചർ ഒരു സക്സസ്ഫുൾ സ്കൂൾ ആകുന്നതിന് ടീച്ചർ എന്തെല്ലാം റോൾ എടുക്കുന്നു, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ തോന്നുന്നു. മാനേജർ ആണ്, റിസർച്ചർ ആണ്, ഒരു ഡേറ്റ കോച്ച് ആണ് ടീച്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മള് പ്ലാന്റേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് FIACS, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആക്സെപ്റ്റ്സ്, ഫീലിങ്സ്, ആസ്ക് ക്വസ്റ്റ്യൻ, ലെക്ചേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ, അത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയില് മിസ് അല്ലേ എടുത്തത്, അശ്വിനി മിസ് അല്ലേ എടുത്തത്. 4 സൂപ്പർവിഷൻ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഒന്ന് നല്ലപോലെ നോക്കൂ. മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും കഴിയുമ്പോഴേക്കും, അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മെയിൻ എക്സാം, അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ എക്സാം വരിക, ഈ മോക്ക് ടെസ്റ്റിനെയും അതുപോലെ തന്നെ മോഡൽ എക്സാമിനെയും. അതിന് നിങ്ങൾക്കൊരു റെഫറൻസ് എന്നുള്ള രീതിയിലാണ്, വൺസ് എന്താ പറയാ, ടീച്ചറായിട്ട് പോവുകയാണെങ്കിലും ഒരു സ്കൂൾ തുടങ്ങുമ്പോഴും ഒരു റെഫറൻസ്, അതിന് പറ്റുന്ന ഒരു കണ്ടന്റ്, അത്രയേ ഉള്ളൂ ഈ 4ഉം 5ഉം മോഡ്യൂൾസ്. പക്ഷെ ഇതിന് മാത്രം ഫോക്കസ് ചെയ്യരുത്, കുറെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ആക്കുക. പിന്നെ ഒരു സ്കൂളിന്റെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ മെഷർ, സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രാക്ടിക്കൽ മെഷർ എന്ന് പറയുമ്പോൾ സ്റ്റാഫിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, സ്റ്റാഫ് കൗൺസിൽ. പിന്നെ സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, സ്റ്റുഡന്റ് കൗൺസിൽ, സ്റ്റാഫ് മീറ്റിംഗ്. പിന്നെ കുട്ടികളുമായിട്ട് സ്പെഷ്യൽ കമ്മിറ്റി ഫോം ചെയ്യുക. ഒരു പ്രോഗ്രാം നടക്കാൻ പോകുമ്പോഴേക്കും സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ് അതിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുമായിട്ടൊരു സ്പെഷ്യൽ കമ്മിറ്റി. പിന്നെ സോഷ്യൽ സർവീസ് സ്പോട്സ്, NSS പോലുള്ള പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരു വോളണ്ടിയേഴ്സ് ആക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പോട്ട്
സ്ക്വാഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാം. എടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 4, ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്മെന്റ് ടീച്ചർ. ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ അതിന്റെ വിഷൻ അതുപോലെ തന്നെ ഗോൾസ്. വിഷൻ എന്ന് പറയുമ്പോൾ സർട്ടൺ സെറ്റ് ഓഫ് ബിലീഫ്സ് അല്ലെ അബൌട്ട് ദ ഓർഗനൈസേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വിഷൻ എന്ന് പറയുന്നത്. അതേസമയം മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ റോഡ്, എന്താണോ നമ്മൾ എയിം ചെയ്യുന്നത് അതിലേക്ക് അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. ഗോൾസ് അതൊരു മൈൽ പോസ്റ്റ് ആണ്. ഓരോ ഗോളും മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ സോട്ട് അനാലിസിസ് മനസ്സിലാക്കി വെക്കുക. സോട്ട് അനാലിസിസിലെ എസ് എന്താണ്, ഡബ്ല്യു എന്താണ്, ഒ എന്താണ്, ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതൊരു സർവേ പോലെയോ ആ രീതിയിൽ ഒരു ഡാറ്റ കളക്ഷൻ പോലെയൊക്കെ സോട്ട് അനാലിസിസ് ചെയ്യാം. പിന്നെ ടീച്ചറുടെ റോള് പലപ്പോഴും സ്കൂളിന്റെ സക്സസിന് വേണ്ടിയിട്ട് ടീച്ചർ അങ്ങനെയൊക്കെ ആകാം. മെന്റർ, സ്കൂൾ ലീഡർ, ഡേറ്റ കോച്ച്, കാറ്റലിസ്റ്റ്, ലേണർ, അങ്ങനെ പല പല റോൾസും ടീച്ചർക്ക് എടുക്കേണ്ടതായിട്ട് വരും. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്കൂളിന്റെ കാര്യത്തിലെ. അപ്പോൾ ടൈം ടേബിൾ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടൂൾ തന്നെയാണ് ടൈം മാനേജ്മെന്റില്. അപ്പൊ അതിനെ പറ്റി ടൈമിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഷോർട്ട് ഹാൻഡിന്റെ ഫൗണ്ടറായ ഐസക് വിറ്റ്മാൻ ആണ് പറഞ്ഞത്. വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദി ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. നമ്മൾ അതുപോലെ ഇരുന്നാലാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ് സെറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ടൈം ടേബിളിന്റെ ഫീച്ചേഴ്സ്, ടൈം ടേബിളില് എന്തെല്ലാം കാര്യങ്ങൾ, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ PTA, പാരന്റ് ടീച്ചർ ഫെഡറേഷൻ ഇമ്പോർട്ടൻസ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, രണ്ട് ഫീസറ്റ്സ്, അതിൽ രണ്ട് സൈഡ്സ്. ഇക്വിറ്റി എന്ന് പറയുമ്പോഴേക്കും അതൊരു സോഷ്യൽ ജസ്റ്റിസ് അങ്ങനെയുള്ളതിനൊക്കെയുള്ള അതിനുള്ളൊരു ഒപ്പീനിയൻ പോലുള്ള കാര്യമായിരുന്നു. ഏതൊരു കാസ്റ്റ്, ക്രീഡ്, ഏത് റിലീജിയൻ പെട്ടവരാണെങ്കിലും എല്ലാവരും എത്ര നമ്പർ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. പിന്നെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എഡ്യൂക്കേഷന്റെ പല രീതികൾ പറഞ്ഞു. ഒരു ക്ലാസ്സിലെ പല കുട്ടികളായിരിക്കാം, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ളവരുണ്ടായിരിക്കാം. എല്ലാവരുടെയും നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ ക്രിട്ടിക്സ്, സീരിയസ് എക്സാമിനേഷൻ, പലപ്പോഴും എഡ്യൂക്കേഷൻ സക്സസ് ആവാത്തതിന് പല റീസൺസ് വരാം. മിഷൻ അതിന്റെ ലാക്ക് ഓഫ്, പിന്നെ അപ്രൈസലിന്റെ ആബ്സെൻസ്, അൺസയന്റിഫിക് മെത്തേഡ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ മേക്കപ്പ് ചെയ്യാം. ആ ഒരു ക്രിട്ടിക്കിന് ലാക്ക് ഓഫ് എന്ത് ഓൾട്ടർനേറ്റീവ്സ്, അതിന് എന്ത് ചെയ്ത് അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ എടുക്കുന്ന ഓൾട്ടർനേറ്റീവ്സ് എടുത്താൽ ആ റിസൾട്ട് എന്താകും, അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. സജസ്റ്റിംഗ് ക്രിട്ടിക്സ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ വിത്ത് എബിലിറ്റി എന്ന് പറയുന്നത് 4 ലെസൺ അതായിരുന്നു. പിന്നെ നമ്മള് സൂപ്പർവിഷൻ ആയിരുന്നു പറഞ്ഞത്. സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസും ആദ്യകാലങ്ങളിലെ സൂപ്പർവിഷൻ, ഓട്ടോക്രാറ്റിക്, അതോറിറ്റേറ്റീവ്, ഇല്ലോജിക്കൽ, ഈ രീതിയിലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാറി കുറച്ചുകൂടെ ഫ്രണ്ട്ലി നേച്ചറായി, ഒരു സപ്പോർട്ടിങ് നേച്ചറായി, എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായി, ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായി, കുട്ടികൾക്ക് മാക്സിമം സക്സസ് കിട്ടുന്നതിന് വേണ്ടി, അങ്ങനെ സൂപ്പർവിഷന്റെ രീതി അങ്ങ് മാറി. അതൊരു പ്രൊഫഷൻഡ് ആയിട്ടുള്ള ഒരാള്, സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ ഗൈഡൻസിലൂടെ ആ ഒരു സ്കൂളിൽ പോകണം. ആ ഒരു രീതിയിൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്നുള്ളത് അല്ല, നമ്മൾക്ക് ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ട് തോന്നിയൊരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കോഴ്സീവ് സൂപ്പർവിഷൻ ആയിരുന്നു. കറക്റ്റീവും പ്രിവെന്റീവും ക്രിയേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ, അത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ. അതിന്റെയൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിക്കണം. പിന്നെ ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. ഓരോ സ്റ്റേജും ഒബ്സർവേഷൻ, കാരണം അത് മെഡിക്കൽ സൈഡിൽ നടക്കുന്ന ഒരു സൂപ്പർവിഷൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക് കടമെടുത്ത പോലത്തെയാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. അപ്പൊ അതിനനുസരിച്ച് അതിന് കുറച്ച് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ചാൽ മതി. എക്സാം റിലേറ്റഡ് ഞാനൊന്നും ചെയ്തിട്ടില്ല. ടൈപ്സ് ഓഫ് സൂപ്പർവിഷനില് ഓരോ സൂപ്പർവിഷന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
കറക്റ്റീവ് സൂപ്പർവിഷന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർവിഷൻ ശരിക്കും എന്താണ്, സൂപ്പർവിഷൻ എന്ത് ഹെൽപ്പാണ് നമുക്ക് ചെയ്യുന്നത്, സോ ആരെ ഹെൽപ്പ് ചെയ്യുന്നു, ആരെ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇൻസ്പെക്ഷൻ ടീച്ചർ എടുത്തല്ലോ. നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. സോ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ക്വാണ്ടിറ്റി ഈസ് ഓൾസോ നീഡഡ്, അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റി ഈസ് ഓൾസോ നീഡഡ്. രണ്ടും കോംപ്ലിമെന്ററി ആണ്. സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ സക്സസിനെ ബാധിക്കും. ആ ഒരു അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി, അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ പാഠഭാഗങ്ങളിൽ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചും ഇൻഡിപെൻഡന്റ് ആയതിനെ കുറിച്ചും അതിനെടുത്ത സ്ട്രഗിളും, അപ്പൊ കുട്ടികളിൽ ആ വാല്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് അത് മാത്രമല്ല സ്കൂളുകളിൽ മോർണിംഗ് അസംബ്ലി, നാഷണൽ ആന്തം, അത് പബ്ലിക് ഫങ്ഷൻസ് നടക്കുമ്പോൾ അങ്ങനെ നാഷണൽ ഇന്റഗ്രിറ്റി ക്ലാസ്സസ്, അങ്ങനെ ഒരു വാല്യൂസ് കൊടുക്കുന്ന രീതിയിലാണ് ഒബ്ജക്റ്റീവ്സ് കൂടുതലും അതാണ്. പിന്നെ അക്കാദമിക് എക്സലൻസ്, ആ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ബിഹേവിയർ ചേഞ്ചസിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ കമ്പണൻസ് എന്നുള്ള രീതിയിൽ ഒരു ടേബിൾ വരുന്നുണ്ട്. ഇൻപുട്സ്, പ്രോസസ്, ഔട്ട്പുട്സ്. നേരത്തെ പറഞ്ഞ ക്രിട്ടിക്സിന്റെ പോലെ തന്നെ ഇൻപുട്ട്, ഇപ്പൊ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ, അത് ഒരു കരിക്കുലത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു പ്രോസസ്സിൽ. അങ്ങനെ ആവുമ്പോൾ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആയിരിക്കും ഔട്ട്പുട്ട്. അങ്ങനെയുള്ള സ്റ്റാഫ് സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുമ്പോൾ, എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് അതായിരിക്കും. അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. പിന്നെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ്, അത് അവരുടെ ലേണിംഗ് സപ്പോർട്ട്, ലേണിംഗ് മീഡിയ അതിനനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾ പല അച്ചീവ്മെന്റ്സും അവർക്ക് കിട്ടുന്നു. പിന്നെ പല രീതിയിലുള്ള ലേണിംഗ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റുഡൻസിന്റെ വർക്ക്, അവരുടെ നോളജ്, സ്കിൽസ്. പിന്നെ ഫാക്കൾട്ടിയുടെ ക്വാളിറ്റി നുബീനെ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കുറെ ഡിഗ്രി ഉണ്ട്, PhD എന്നുള്ളതിനേക്കാളും അവർ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു, ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി എന്ന് പറയുന്നത് അതൊരു ക്രൈറ്റീരിയ തന്നെയാണ് ക്വാളിഫിക്കേഷൻ. പക്ഷേ സബ്ജക്ട് പലപ്പോഴും പഠിപ്പിക്കാൻ പറ്റാതെ വരുന്ന അത്ര ക്വാളിഫിക്കേഷൻ ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകണം, പല ഫീൽഡിലുള്ള അറിവുണ്ടാവണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിന്റെ ഒപ്പം തന്നെ സബ്ജക്റ്റ് അവർ ചെയ്യുന്ന ആ വർക്ക് കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അതാണ്. പിന്നെ 4 കേപ്പബിലിറ്റീസ് ഓഫ് ടീച്ചർ പറഞ്ഞു. പിന്നെ ക്വാളിറ്റി ഓഫ് എക്സാമിനേഷൻ, അസസ്മെന്റ്. എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് 4 മെയിൻ ആസ്പെക്ട്സ് ഓഫ് എക്സാംസ് ഉണ്ട്. ക്വാളിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 മെയിൻ ആസ്പെക്ട്സ്. പ്ലാനിങ്, എന്തെങ്കിലുമൊക്കെ കാണിച്ച് എക്സാം. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് കാണാൻ വരും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടണോ എന്നൊരു ഫീൽ തോന്നും, ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യേണ്ടതൊക്കെ തോന്നും. അപ്പോഴേക്കും കുട്ടികളുടെ ഫീഡ്ബാക്ക് വരും, ഭയങ്കര ടഫായിരുന്നു പറയും. അപ്പൊ സാർ എന്നെ വിളിച്ചിട്ട് ടീച്ചറെ ഒന്ന് സിമ്പിൾ ആക്കണേന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് നമ്മള് ഔട്ട് ഓഫ് ദ മൈൻഡ് എന്താ പറയാ, അങ്ങനെ ഒന്ന് സിമ്പിൾ ആക്കി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ വരുന്നത്. പ്രോബ്ലം നിങ്ങളത് നല്ല രീതിയിൽ വായിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എക്സാമിൽ വലിയ ആയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. ബട്ട് റീഡ് അറ്റ്ലീസ്റ്റ് 1 day. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു. സോ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾക്ക് 2 ലെസൺ കിട്ടിയിട്ടുണ്ടാവും, ഇന്ന് 1 ഉം 2 ഉം കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് ബാക്കിയെല്ലാം ഞാനെടുത്തതിന്റെ ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. മിസ് നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ ഫൈൻ. എന്തെങ്കിലും ചോദിക്കാണ്ടോ? ടീച്ചറെ, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ലല്ലോ അതിനകത്ത്. ആൻസർ ഇല്ലേ? എന്തോ ഞാൻ നോക്കിയത്, എനിക്കിവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ അതാ ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തായിരുന്നോ, മീൻസ് നോക്കിയിരുന്നോ? നമ്മള് മോക്ക് ടെസ്റ്റ് ആൻസർ അപ്പൊ തന്നെ സ്കോർ അറിയുന്നതാണല്ലോ മോക്ക് ടെസ്റ്റ് അല്ലേ? 1-2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ. 7 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു, 7 എണ്ണം ഉണ്ടായിരുന്നു, അതിന്റെ എല്ലാത്തിന്റെ ആൻസർ വരുന്നുണ്ട്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡ്യൂൾ 4 ആണോ?
ടോട്ടൽ 7 എണ്ണം ഇന്നലെ വരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ടീച്ചറെ ഞാൻ അത് ആൻസർ സബ്മിറ്റ് ചെയ്യുമ്പോ മറ്റേ അത് എക്സാം എഴുതുന്നവർക്കാണോ എന്നുള്ളൊരു ടെൻഷനിൽ നിന്നപ്പോ ഞാൻ സബ്മിറ്റ് ചെയ്യാത്തതായിരിക്കാം. ആണോ? എനിക്ക് ആയി കഴിഞ്ഞത് വേറെ എവിടേക്ക് പോവോന്നൊരു പേടിയായിരുന്നു. ആ ആ ആ ഓക്കെ. ആ ഓക്കെ. ഓക്കെ ദെൻ ഓൾ ദി ബെസ്റ്റ്. 24 ലക്ഷ്മി വരുന്നുണ്ടോ സാറ്റർഡേ? അതെ ടീച്ചറെ, ഇവിടെ മുറ്റം പണി നടക്കുകയാണ് വീട്ടില്. എനിക്ക് ഒന്നിനും ഇപ്പൊ സമയമില്ല. ഞാൻ ഹസ്ബൻഡ് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരാന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേനും വന്നാൽ ഞാൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ അല്ല പാലക്കാടാണോ ഒറ്റപ്പാലത്താണോ? ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് പത്തംകുളം എന്ന് പറയും. കേൾക്കുന്നില്ല. എറണാകുളത്തേക്കല്ലേ മാം വരേണ്ടത്? എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിനാ വരുന്നെങ്കിൽ ആലുവ ഇറങ്ങണം, എറണാകുളം വരെ പോകണ്ട. മോനെ കൊണ്ടുവരാവോ മാം? ചെറിയ മോനുണ്ട് കൂടെ. തീർച്ചയായിട്ടും നോക്കട്ടെ മാം. ട്രെയിനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ബസ്സിനേക്കാളും. ഭയങ്കര യാത്ര ബുദ്ധിമുട്ടായിരിക്കും. ബസ്സാണെങ്കിൽ മാലവഴി വേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം, ഓപ്പോസിറ്റ് KSRTC സ്റ്റാൻഡ്, അവിടുന്ന് ആലുവ പറവൂർ ബസ് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് മറ്റു തരും, ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ആ തരാം. ഞാൻ ആരെങ്കിലും ഒരാളെ PG-യിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കുറച്ച് ടോപ്പിക്സ് അയച്ചു കൊടുത്താൽ മതിയോ? സാറ്റർഡേ ഹൈവേക്ക് മുന്നേ സെമിനാർ ചെയ്ത് വെക്കണ്ടേ? എനിക്ക് ടോപ്പിക് കിട്ടിയിട്ടില്ല. ഞാൻ ഏതെങ്കിലും എടുത്ത് ചെയ്യണം, മാം തരുമോ? ഏതെങ്കിലും എടുത്ത് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഞാൻ തരുവാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ പിടിക്കുമായിരിക്കും. നിങ്ങൾ തന്നെ ടോപ്പിക് സെലക്ട് ചെയ്താൽ ഓക്കെ മാം. ഒരേ ടോപ്പിക് തന്നെ 2 പേരുടെ ഒന്നും ആയാലൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ. നമ്മൾ തന്നെ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കണം മോഡ്യൂള്? ഏതായാലും നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്, പ്രസന്റ് ചെയ്യാൻ നന്നായിട്ട് തോന്നുന്നു, ആ രീതിയിലുള്ള ഏതായാലും എടുത്തോളൂ. ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ പ്രൊഫൈലിൽ അത് ആ ഒരു ടോപ്പിക് ഇങ്ങനെ കൊടുത്തിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. പക്ഷെ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല അവെയർ ആയിരിക്കണം. അതിന്റെ ഏത് സൈഡിൽ നിന്നൊക്കെ ചോദിച്ചാലും നമ്മൾ അവെയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മാം, ഞാൻ അശ്വതി മാമിന്റെ ക്ലാസ്സിൽ ഒരു സെമിനാർ ചെയ്തു. അന്ന് കുഴപ്പമില്ല, അത് മാം നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പേര്. കുഴപ്പമില്ല, അപ്പൊ ഇനിയിപ്പോ ചെയ്യണമെന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു മാം. ബൈ. താങ്ക് യു. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വെക്കേഷന് പേര് കൊടുക്കാനുള്ള ഒരു ലിസ്റ്റ് വന്നിരുന്നു, 600 രൂപയ്ക്ക് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞില്ല, ഗ്രൂപ്പിൽ ഇല്ല തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഫോൺ ഇടയ്ക്ക് അവരോടിയാ യൂസ് ചെയ്യണതേ. അപ്പൊ കണ്ടില്ല. അപ്പൊ ആ ലിസ്റ്റ് ഇന്നലെ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ലിസ്റ്റ് ഒന്ന് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോ സിയുടെ അടുത്ത് പറഞ്ഞപ്പോ ആ ലിസ്റ്റ് ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു എന്നാ പറഞ്ഞത്. ഇനിയിപ്പോ അതിൽ പേര് ആഡ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ലിസ്റ്റ് ഞാൻ അങ്ങനെ സാറിന് കൊടുത്തു. ഞാൻ അമ്പിളിയുടെ പേര്, അമ്പിളിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ തന്നെ സാറിന് അറിയിച്ചു? മിക്കവാറും ഉണ്ടാവില്ല. അമ്പിളി KP, 2 അമ്പിളി ഉണ്ട്. അമ്പിളി KP ആണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആണല്ലേ, ഇനി മിസ്സിനെ ഇനി ലൈവായിട്ട് കാണില്ല. വൈവ കഴിഞ്ഞു. വൈവ കഴിഞ്ഞു. അശ്വതി മിസ് ആയിരുന്നു. ഓക്കെ മിസ്, താങ്ക് യു. മിസ്സിനെ മിസ് ചെയ്യട്ടോ. എന്തിനാ മിസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കിയില്ലേ, പിന്നെ എന്തിനാ മിസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ മനസ്സിലുള്ള ആളെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യില്ല. കാണുമ്പോ ഒരു രസമായിരുന്നു.
ബൈ. ഫുഡ് കഴിക്കാൻ പോയിട്ട് എനിക്കിവിടെ കോള് വന്നോണ്ടിരിക്കുക. എനിക്കൊരു പണി പെൻഡിങ്ങിൽ കിടക്കാണ്. അതൊക്കെ തന്നെ ആ കോള് തിരിച്ചു വിളിച്ചാ ചെവിയില് പഞ്ഞി വെച്ച് കേൾക്കേണ്ടി വരും. അതുപോലെ എനിക്ക് കിട്ടും. ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു മാം. Okay, thank you so much and thank you for the support also. Without you, I am nothing. Without you people. Thank you ma'am. Thank you, ma'am. Bye. Thanks. Love you. Bye. Thank you, ma'am. Bye. Thank you, ma'am. Love you, miss. Oh, I too love you. ജിഷ മാം, എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. വേറെ അന്ന് എന്നോട് പറഞ്ഞില്ലേ എക്സാം എവിടെയെങ്കിലും ഇരുന്ന് എഴുതിയാൽ മതിയെന്ന്. ഞാൻ ബസ്സിലിരുന്ന് പിന്നെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാ ഞാൻ എഴുതിയത്. Submit ആയോ? സബ്മിറ്റ് ചെയ്തു. 90 ഒന്നില് 90 ഉണ്ട്. ബസ്സിൽ എഴുതിയപ്പോ 88 കിട്ടിയുള്ളൂ. അത് കുറവായിരുന്നു. മോഡൽ എക്സാം ആയിരുന്നില്ലേ അതോ മെയിൻ എക്സാം ഇത്രയാണല്ലേ? ആ ശരി ശരി. താങ്ക്സ് കേട്ടോ മാം.